മഹാലക്ഷ്മി സീരിയലിൻ്റെ ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലേശ്വരത്ത് മഹിയെയും കൂട്ടി തിരികെ എത്തുന്ന കണ്ണന് മുന്നിൽ കുറ്റബോധം കൊണ്ട് നേറുന്ന മനസ്സുമായിട്ട് മഞ്ജു എത്തുകയാണ്. തുടർന്ന് നീയും നിൻ്റെ ഏട്ടനും ഏട്ടത്തെയും മരിച്ചു കാണണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ മോളെ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ അത് കേട്ട് കണ്ണുകൾ നിറഞ്ഞു പോകുന്നുണ്ട് മഞ്ജുവിൻ്റെ. ഇതേ സമയം ദുർഗയും മേഘനും അവിടേക്ക് വരികയാണ്. ഞാൻ ആദ്യമായിട്ട് ഒരാണിനെ കൈവീശി അടിച്ചത് ഇയാളെയാണെന്നും നീയും നിൻ്റെ അമ്മയും ഇയാളും ഒക്കെ ഞാൻ വഴി പിഴച്ച് നടക്കുന്നവളാണെന്നാണല്ലോ പറഞ്ഞു പരത്തിയത്. ഇയാളെ ഞാൻ കൈവീശി അടിച്ചതെല്ലാം അന്ന് ഇന്നത്തെ പോലെ റോഡിലുള്ള ക്യാമറയിൽ ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ അതിലെല്ലാം പതിഞ്ഞേനെ. മഞ്ജുവിന് തന്നെ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കണ്ണേട്ടൻ എതിർത്തിട്ടും അവൾ തന്നെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വാശിയോടെ നിന്നത്. അതുകൊണ്ട് താൻ അവളോട് നീതി പുലർത്തണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മേഘനെ വലിച്ചു കീറുകയാണ് കേട്ടോ മഹി ചെയ്യുന്നത്. മഹിയുടെ വാക്കുകളിൽ നിന്നും ഏട്ടത്തേക്ക് തന്നോടുള്ള ആത്മാർത്ഥതയും കരുതലും സ്നേഹവും എല്ലാം കണ്ട് മഞ്ജുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോവാണ്. തുടർന്ന് കണ്ണനും പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്തൊക്കെ പദ്ധതികൾ ആസൂത്രണം ചെയ്താലും എന്നെയും ഇയാളെയും തമ്മിൽ വേർപിരിക്കാൻ കഴിയില്ല എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഞാനായതുകൊണ്ടാണ് നിങ്ങളെ ആരെയും ഈ നിമിഷം എൻ്റെ വീട്ടിൽ നിന്നും ഇറക്കി വിടാത്തത്. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങളെ അടിച്ച് ശുദ്ധി കലശം നടത്തിയേനെ. അനന്തവും മാർക്കോയും എന്നെ അതിന് ഒരുപാട് നിർബന്ധിച്ചതാണ്. എന്നിട്ടും നിങ്ങളെയൊക്കെ അമ്മയും സഹോദരങ്ങളുമായിട്ട് കണ്ടതുകൊണ്ട് തന്നെയാണ് എൻ്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല. അതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല എന്നും എനിക്ക് ഉറപ്പുണ്ട് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ഏട്ട എന്ന് മഞ്ജു കണ്ണനെ വിളിക്കുമ്പോൾ മറ്റാരേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് നിന്നോടായിരുന്നു മഞ്ജു. എന്നിട്ടും നീയും നിൻ്റെ ഏട്ടനും നിൻ്റെ ഏട്ടത്തിയുടെ ചിത കത്തിയെരിയുന്നത് കാണാൻ ആഗ്രഹിച്ചില്ലേ എന്ന് കണ്ണൻ ഇമോഷണലായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണനും മഹിയും അവിടെ നിന്ന് പോയതിന് ശേഷം നിൻ്റെ മനസ്സിൽ അവനോടും അവളോടും എന്തെങ്കിലും അലിവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ മഞ്ജു, കണ്ണൻ്റെ സ്വത്തുക്കൾ നമ്മുടെ സ്വന്തം ആകുന്നത് വരെ നമുക്ക് ഈ യുദ്ധം തുടരണം. അതിനൊരു മാറ്റവും ഉണ്ടാകാൻ പാടില്ല. നിൻ്റെ മനസ്സിനെ ആരൊക്കെയോ ചേർന്ന് വഴി തെറ്റിക്കാൻ നോക്കുന്നുണ്ട്. നീ അതിലൊന്നും വീണു പോകരുത് എന്നെല്ലാം മേഘൻ പറഞ്ഞത് ശരിയാണ് മോളെ. നീ അവരെ രണ്ടുപേരെയും ശത്രുസ്ഥാനത്ത് തന്നെ നിർത്തണം. എങ്കിലും നമുക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയൂ എന്നെല്ലാം ദുർഗയും പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ മറ്റുള്ളവരെ ഇല്ലാതാക്കി അവരുടെ സ്വത്തുക്കൾ സ്വന്തമാക്കിയവർക്കൊന്നും അതൊന്നും അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് കാലം അതിന് മറുപടി കൊടുത്തിട്ടുള്ളത്. എൻ്റെ അമ്മയെങ്കിലും അതൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അവിടെ നിന്നും പോവാണ് കേട്ടോ. അപ്പോൾ മഞ്ജുവിൻ്റെ മാറ്റം കാണുമ്പോൾ ഇവൾക്കിത് എന്ത് പറ്റിയെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് ദുർഗയും മേഘനും പരസ്പരം ചോദിക്കുന്നുണ്ട്. ആരോ അവളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്, അതാരാണെന്ന് കണ്ടെത്തണമെന്നും മേഘൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പ്രതാപിനും മുത്തശ്ശിയും ഉണ്ണിയും ദുർഗയാണെങ്കിൽ ആകെ നിരാശയിലിരിക്കുകയാണ്. കണ്ണനും മഹാലക്ഷ്മിക്ക് എതിരെ പല തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും അതെല്ലാം പൊളിഞ്ഞ് പാളീസായ ദുഃഖത്തിലിരിക്കുകയാണ് കേട്ടോ അവർ. എല്ലാത്തിനും കാരണം അവനാണ്. ആ മാർക്കോ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടന്നേനെ എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ അവനെ തല്ലിക്കൊല്ലണം എങ്കിലേ ലക്ഷ്മിയുടെയും കണ്ണൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും നടക്കൂ എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ അതത്ര എളുപ്പമല്ല അമ്മേ. കാരുണ്യത്തിൻ്റെ ശക്തിയാണ് അവന്. ഇരട്ടച്ചങ്കൻ അവനെ നേരിടുന്നത് പ്രയാസമുള്ള കാര്യമാണെന്നെല്ലാം പ്രതാപം പറയുമ്പോൾ ഇവൻ ഇത് എവിടെ നിന്ന് വന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് മുത്തശ്ശി പറയുന്നതും അവൾ ആ അയ്യപ്പ വിഗ്രഹത്തെ പൂജിച്ച് നടക്കുന്നവളല്ലേ. അപ്പോൾ അവൾക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവളെ രക്ഷിക്കാനായിട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരുമെന്നെല്ലാം കരുണയും പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം എന്ത് ചെയ്താലും വേണ്ടില്ല, ആ മാർക്കോയെ തീർക്കണം. എങ്കിലേ അയാളെയും അവരെയും ഇല്ലാതാക്കാൻ കഴിയൂ. എങ്കിലും ഇത് വല്ലാത്തൊരു തോൽവിയാണെന്ന് ഉണ്ണിയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഞ്ജു കണ്ണനെ കാണാനായിട്ട് എത്തുകയാണ്. എന്താ മോളെ, നീയും ഞാനും മഹിയും തിരിച്ചു വന്നതിൻ്റെ സങ്കടത്തിലും നിരാശയിലും ആണോ? നിൻ്റെ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തില്ല, നിനക്ക് ഞാൻ അർഹിക്കുന്നതൊന്നും തന്നില്ല, അതെല്ലാം ശരിയാണ്. എങ്കിലും നിനക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടണം. കല്യാണം കഴിഞ്ഞാലെങ്കിലും മേഘൻ നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം എന്ന് മാത്രമേ ഈ ഏട്ടൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ എൻ്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരും ഏട്ടൻ്റെയും ഏട്ടത്തിയുടെയും ചിത കത്തിയെരിയാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുത് കണ്ണേട്ടനും ഏട്ടത്തിയുമാണ് ശരിയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഏട്ടനും ഏട്ടത്തിക്കും എതിരായി ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നും ഉണ്ടാവില്ല എന്ന് മഞ്ജു പറയുമ്പോൾ എന്താ മഞ്ജു, നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും താളപ്പിഴകൾ? മേഘൻ നിനക്ക് ചേർന്ന ഭർത്താവല്ല എന്ന് എനിക്ക് മുൻപ് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ്
അവനും നീയുമായിട്ടുള്ള വിവാഹത്തിനെ ഞാൻ എതിർത്തത് എന്ന് കണ്ണൻ പറയുമ്പോൾ കണ്ണേട്ടൻ ഇപ്പോൾ എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്, എന്നെങ്കിലും കണ്ണേട്ടൻ ഒരു ദിവസം എല്ലാം അറിയും എന്നുള്ള കാര്യം ഉറപ്പുണ്ട്. ഇനി കണ്ണേട്ടനും ഏട്ടത്തിക്കും ഒപ്പം ഇനി ഞാനും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണന് മുന്നിൽ പൊട്ടിക്കരയാണ് കേട്ടോ മഞ്ജു ചെയ്യുന്നത്. മഞ്ജുവിൻ്റെ ആ മാറ്റം കണ്ണനെ വല്ലാതെ തന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കരുണയും ഉണ്ണിയും വേറെ നിവൃത്തിയില്ലാതെ കമലേശ്വരത്ത് തന്നെ തിരിച്ചെത്തുകയാണ്. മഹിയാണെങ്കിൽ അവരെ രണ്ടുപേരെയും രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. കരുണയാണെങ്കിലും മഹിയോടുള്ള അടങ്ങാത്ത പകയോ അസൂയോടും കൂടി തന്നെയാണ് കമലേശ്വരത്ത് തിരികെ എത്തുന്നത്. ശേഷം മഹി പറയുന്നുണ്ട്, നീ എൻ്റെ അനിയത്തിയാണ്, ഇവൻ കണ്ണേട്ടൻ്റെ അനിയനായതുകൊണ്ട് തന്നെ നിങ്ങളെ രണ്ടുപേരെയും ഇപ്പോൾ ഇവിടെ നിന്നും ഇറക്കി വിടുന്നില്ല. എൻ്റെ മരണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നീയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് മാത്രമാണ് നീ ചെയ്ത പല തെറ്റുകളും ഞാൻ ക്ഷമിച്ചു തന്നത്. ഇനി അതുണ്ടാവില്ല കരുണേ. മനസ്സിലെ ദുഷ്ടതയും ക്രൂരതയൊക്കെ ഉപേക്ഷിച്ച് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചെങ്കിൽ മാത്രം നിനക്കിവിടെ തുടരാം, അല്ലെങ്കിൽ നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് കരുണയെ വരച്ച വരയിൽ നിർത്താനായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുകയാണ് കേട്ടോ മഹി രണ്ടാം വരവിൽ ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്